വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ഐസ്ക്രീം. നമുക്ക് ഈ ഐസ്ക്രീമിനെ ഒന്ന് പൊരിച്ചെടുത്താലോ? കുറേ പേര് കഴിച്ചിട്ടുണ്ടാവും, ചിലർ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും. പക്ഷേ ഇതൊരു ഫുൾ പ്രൂഫ് റെസിപ്പിയാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫ്രൈഡ് ഐസ്ക്രീം വീട്ടിൽ ഉണ്ടാക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. പുറത്ത് നല്ല ചൂടും ക്രിസ്പിയും അകത്ത് നല്ല ഐസ്ക്രീമും ആയിട്ടുള്ള ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ വെറൈറ്റി വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ഈ ബട്ടർ പേപ്പർ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ഇതിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഐസ്ക്രീം സ്കൂപ്പറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു കോരി എടുക്കാം. ഇവിടെ വനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് എടുക്കാം. ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ സ്കൂപ്പ് ഉപയോഗിച്ചിട്ട് ഒരു വലിയ സ്കൂപ്പ് ഐസ്ക്രീം നമുക്ക് എടുത്തിട്ട് ഈ ബട്ടർ പേപ്പറിൽ വയ്ക്കാം. കണ്ടോ, ഇതുപോലെ ബോൾ പോലെ വലിയൊരു സ്കൂപ്പ് ഐസ്ക്രീം ഞാൻ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീം നമുക്ക് എടുക്കാം. എന്നിട്ട് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർ പേപ്പറിൽ വെക്കുകയാണ്. 3 സ്കൂപ്പ് ഐസ്ക്രീമും നമ്മൾ ഇങ്ങനെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം മെൽട്ടായി പോവും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കവറിങ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 3 പീസ് ബ്രെഡ് നമുക്ക് വേണം. ഈ ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾ സാധാരണ ഈ ചപ്പാത്തിയൊക്കെ പരത്താറില്ലേ, അതുപോലെ തന്നെ ഒരു ചപ്പാത്തി പരത്തുന്ന വടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല ഫ്ലാറ്റായിട്ട് പരത്തിയെടുക്കാം. ഇതിൻ്റെ അരികൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് പരത്തിയത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഐസ്ക്രീം വയ്ക്കുകയാണ്. ഐസ്ക്രീം നല്ല ഫ്രീസായിട്ടാണുള്ളത്. നമുക്ക് ഈ ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഐസ്ക്രീം മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കോട്ടിംഗ് ആണ് ഈ ബ്രെഡ്. അപ്പോൾ ഈ ബ്രെഡ് ഐസ്ക്രീമിന് ചുറ്റും നന്നായിട്ടൊന്ന് പൊതിയാണ്. ഇതിൻ്റെ ഷേപ്പൊന്നും ആലോചിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട. ഈ ക്ലിങ് ഫിലിമിൽ ഒന്ന് ചുറ്റിയിട്ട് നന്നായിട്ട് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ബോൾ ഷേപ്പിൽ കിട്ടും. ഈ ക്ലിങ് ഫിലിമിൽ ചുറ്റിയതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം. എന്നാലേ ഇത് നന്നായിട്ട് നമുക്ക് ഹാർഡായി കിട്ടുള്ളൂ. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കലക്കിയെടുത്താൽ മതി. അതുപോലെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐസ്ക്രീം ബോൾ നല്ല ഹാർഡായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു കല്ല് പോലെ ഉണ്ട് പിടിക്കാൻ. ഇനി നമുക്കിത് എഗ് വൈറ്റിൽ മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും എഗ് വൈറ്റ് ആവുന്ന പോലെ ഞാൻ നന്നായിട്ടൊന്ന് ചുറ്റിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡ് പൊടിച്ചതിലിട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ഈ സമയത്ത് തന്നെ നിങ്ങൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൂടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഈ ഐസ്ക്രീം ബോൾ ഇടാം. നല്ല തിളച്ച എണ്ണയാണ്. ഹൈ ഫ്ലെയിമിൽ ഒരു 10-12 സെക്കൻഡ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും. നല്ല തിളച്ച എണ്ണ ആവണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീം മെൽട്ടായി പോവും. ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടില്ല. നല്ല ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ കോരിയെടുക്കുകയാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടല്ലോ, നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ഷുഗർ ഇടുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പാണ് പുറത്ത്, അകത്ത് നല്ല സോഫ്റ്റ് ഐസ്ക്രീമുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.